ഹലോ മിസ്സസ് ബെവേറെ. ഹലോ, നമ്മൾ തമ്മിൽ മുൻപരിചയം പോലെ തോന്നുന്നു. ഓക്കെ, വളരെ അനുഗ്രഹപ്രദമായ വിഭവങ്ങളിലൂടെ നാം കടന്നുപോയി. താങ്കൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ കാര്യങ്ങൾ പറയുകയുണ്ടായി. പക്ഷേ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും അവിടെയുണ്ട് എന്ന് നമുക്കറിയാം. പലരും സംശയിക്കാൻ ഇടയുള്ളതും പലർ വളരെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് ചോദിക്കുവാൻ നമുക്ക് അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അതിലൊന്ന് എനിക്കറിയാം, നാം പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവഗണിക്കാറുണ്ട്. ആ അന്തരീക്ഷം മാറ്റുവാൻ നാം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് താങ്കൾ സംസാരിച്ചു. താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരികെ ലഭിക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? നമുക്ക് ആ അന്തരീക്ഷമുണ്ട്. ഇപ്പോൾ യോഗം വിളിച്ചുകൂട്ടാതെ കാത്തിരിപ്പ് നടത്താതെ ആത്മസാന്നിധ്യം തിരികെ ലഭിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. കൊള്ളാം. നാം ചെയ്യേണ്ടത് ചോദിക്കുക എന്നതാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഓർക്കുക. അവനൊരു മാന്യ വ്യക്തിയാണ്. നമ്മൾ തുടങ്ങി വെക്കുന്നില്ലെങ്കിൽ ഒരു ഉദ്ദേശമില്ലാതെ അവന് തുടങ്ങിയില്ല. സഭകളിൽ പല പ്രാവശ്യം എന്താണ് ഞാൻ കണ്ടിട്ടുള്ളത്, എന്നാൽ ജനങ്ങൾ വരുന്നു, രക്ഷിക്കപ്പെടുന്നു. ഞാൻ ചില മിനിറ്റുകൾ പറയും, പരിശുദ്ധാത്മാവെ അവരെ തൊടണമേ. ജനങ്ങൾ കരയുവാൻ തുടങ്ങും. അവർ യഥാർത്ഥത്തിൽ വരുന്നു. ഞാനത് എപ്പോഴും ഇഷ്ടപ്പെടുന്നു. കാരണം സ്വർഗീയദാനം രുചിച്ചറിയുന്നതിനെ കുറിച്ച് വചനം പറയുന്നു. സ്വർഗീയദാനം രുചിച്ചറിഞ്ഞിട്ടുള്ളവർ പിന്മാറ്റത്തിൽ പോകുന്നത് പ്രയാസമുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സഭയിലായിരുന്നു, പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. സഭ വളരെ വലുതാണ്. പഴയ ശൈലികളിൽ ചിലത് അവർ പരിവർത്തനം വരുത്തിയിട്ടുണ്ടായിരുന്നു. അവർ പഴയ കാലങ്ങളിൽ ഉള്ളവരായിരുന്നു, എന്നാലും അവർ മാറ്റം വരുത്തി. ഒരു രാത്രി ദൈവാത്മാവ് കടന്നു വന്ന് എല്ലാവരും കരയുകയായിരുന്നു. കർത്താവ് എന്നെ ഇപ്രകാരം അറിയിച്ചു, അവരോട് നന്ദി പറയുവാൻ ഇപ്പോൾ പറയുക, പ്രാർത്ഥിക്കണം, ദൈവത്തെ സ്തുതിക്കാനും പറയുക. ഞാൻ ആ യോഗം നിർത്തി. അവിടുത്തെ ശുശ്രൂഷകൻ എന്നോട് പറഞ്ഞു, ഓ, ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു. ഇപ്പോൾ നാം മറ്റൊരു വേദിയിലേക്ക് പോവുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് തോന്നുന്നത് പോലെയുള്ള അത്ഭുത കാര്യങ്ങൾ നടക്കുന്നതിലേക്ക് നാം പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് പൂർത്തീകരിക്കുന്നതിൽ ദൈവം നിങ്ങളെ നയിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കും ഇത് അനുഭവിക്കുവാൻ സാധിച്ചു. നിങ്ങൾ പറഞ്ഞു അവൻ തന്റെ പദ്ധതി പൂർത്തീകരിച്ചു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു നമുക്ക് യോഗം അവസാനിപ്പിക്കാം. അതുകൊണ്ട് ലിസ, ദൈവാത്മന്റെ സാന്നിധ്യം 2 മിനിറ്റ് വരുന്നതും ജനങ്ങളിൽ വളരെ സ്വാധീനം ഉണ്ടാക്കിയതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് 5 മണിക്കൂറുകളിൽ അല്ല സംഭവിച്ചത്. താങ്കളും ഞാനും ഈ കാര്യം കാറിൽ സംസാരിക്കുകയായിരുന്നു. ഈ യോഗത്തിൽ നമുക്ക് 35 മിനിറ്റുകൾ മാത്രമെന്ന് നാം പറയുകയായിരുന്നു. പക്ഷേ സത്യം എന്നത് ഇത് നമ്മുടെ 35 മിനിറ്റുകളാണ്. 35 മിനിറ്റുകൾ പ്രസംഗിക്കുന്നതിനു പകരം പരിശുദ്ധാത്മാവിന് സമയം കൊടുക്കുക, അല്ലെങ്കിൽ പ്രസംഗത്തിനിടയിൽ പരിശുദ്ധാത്മാവിന് തന്റെ നിയന്ത്രണത്തിനായി വിട്ടുകൊടുക്കുക. ശുശ്രൂഷകന്മാർ പല കാര്യങ്ങൾ വിവരിക്കാൻ ശ്രമിക്കുന്നതിന്റെ തിരക്കിൽ പരിശുദ്ധാത്മാവിന്റെ പരിപൂർണതയ്ക്ക് വിട്ടുകൊടുക്കാൻ അവർ മറന്നുപോകുന്നു. എനിക്കതിൽ കുറ്റബോധം തോന്നുന്നു. നാം എല്ലാവരും. മറ്റൊരു ചോദ്യം, പരിശുദ്ധാത്മാവിന്റെ പങ്ക്. ഇതിനെക്കുറിച്ച് താങ്കൾ വളരെ പറഞ്ഞിട്ടുണ്ട്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിനെയും നാം ആത്മാവിൽ നിർണയതിനെ കുറിച്ച് താങ്കൾ സംസാരിക്കുകയായിരുന്നു. അതിൽ നിന്നും അധികമായി അല്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ പറഞ്ഞു പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കും. നമുക്കത് മനസ്സിലായി. എന്നാൽ അവൻ നമ്മെ വിലക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് എപ്രകാരമാകും? കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. റോമർ 8 ഇപ്രകാരം പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവൻ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. മക്കൾ എന്ന പദം വ്യക്തമായി ശ്രദ്ധിക്കുന്നെങ്കിൽ അത് പുത്രന്മാരും പുത്രിമാരുമാകുന്നു. ഇത് ഹൂയോസ് ആണ് എന്ന് പറഞ്ഞാൽ പക്വതയായ മകൻ. എല്ലാ ക്രൈസ്തവരും ആത്മാവ് നടത്തുന്നവർ അല്ല. പലരും നടത്തപ്പെടുന്നത് അവരുടേതായ വികാരങ്ങൾ, ബുദ്ധിശക്തി, സാഹചര്യങ്ങൾ, ചുറ്റുപാടുകളാൽ ആകുന്നു. അവർ പറയുന്നത് പക്വതയായവർ ദൈവാത്മാവാൽ നടത്തപ്പെടുന്നു എന്നാകുന്നു. അവൻ എങ്ങനെ നമ്മെ നടത്തുന്നു? പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ സാക്ഷ്യം വഹിക്കുന്നു. മറ്റൊരു രീതിയിൽ നാം പറയുന്നു, ഞാനൊരു കൃത്യമായ പട്ടണത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതെ. അതിന്റെ ഫലം എന്തായിരുന്നു? അതിന്റെ ഫലം എന്നത് ഞാൻ പറഞ്ഞു, ഞാനത് ആവർത്തിക്കില്ല എന്നായിരുന്നു. അത് നിർഭാഗ്യമായിരുന്നു, വേദനാകരമായിരുന്നു. അപ്രകാരം ഒരു തടസ്സം വന്നാൽ ഞാൻ പഠിച്ചു പോകരുത്. ഇപ്പോൾ യോഗങ്ങൾ ഞാൻ വിലക്കുന്നില്ല. പിന്നീട് എവിടെയാണോ മുമ്പേ തന്നെ ഞാൻ സാഹചര്യം ശരിയാക്കി. ഞാൻ എവിടെയെങ്കിലും പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ അനുഭവിക്കാറുണ്ട്. പക്ഷെ ഞാൻ എന്റെ വാക്ക് കൊടുത്തു, ഞാൻ വരുമെന്ന്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, നിന്റെ വചനം പറഞ്ഞു എന്റെ നാമത്തിൽ ആണയിട്ടാൽ അതിൽ മാറ്റം വരുത്തരുത്. എനിക്കവിടെ പോകേണ്ടതുണ്ട്. നീ എന്നെ സംരക്ഷിക്കണമേ. നീ എനിക്ക് കാര്യം ശുഭമാക്കി തരണമേ. നിങ്ങൾക്കറിയാമോ, അതിൽ അവൻ ഇതുവരെയും എന്നെ ശാസിച്ചിട്ടില്ല. അത് മെച്ചമല്ലാതായിരുന്നിട്ടുമില്ല. എന്നാലും ഞാൻ എവിടെ ആയിരുന്നപ്പോൾ അവന്റെ സംരക്ഷണം തിരിച്ചറിയുവാൻ കഴിഞ്ഞു. ചെറിയ തടസ്സം, ബുദ്ധിമുട്ടുകൾ, അവിടെ പോകരുത്, അത് ചെയ്യരുത് എന്ന് കേൾക്കുന്നത് നല്ലത്. അത് വളരെ ആശ്ചര്യമാണ്. നിങ്ങൾക്കത് തിരിച്ചറിയുവാൻ സാധിക്കും. ഇത് വളരെ അറിയാവുന്ന
എനിക്കറിയാവുന്നതാണ്. ഇത്രത്തോളം നീ അവനോട് അടുക്കുമോ അത്രത്തോളം അവനെ തിരിച്ചറിയുവാനാകും. എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. ഡോക്ടർ ചോയെക്കുറിച്ചും താൻ ചെയ്ത അതിശയകാര്യത്തെക്കുറിച്ചും താങ്കൾ സംസാരിച്ചു. ആത്മാവിലുള്ള പ്രാർത്ഥനയാൽ അദ്ദേഹം നിരന്തരം നിറയാറുണ്ട്. എന്നാൽ എനിക്കും അതിൽ ഒരു കാര്യം അറിയാം. നമുക്കത് യഥാർത്ഥത്തിൽ ചെയ്യാൻ സാധിക്കും എന്ന് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല കാര്യങ്ങളിലും അദ്ദേഹം ഇല്ല എന്ന് പറയുകയും യഥാർത്ഥത്തിൽ ആ സമയം അദ്ദേഹത്തിന് ആത്മാവിൽ ജാഗരിക്കുവാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് സാധ്യമായ കാര്യങ്ങളെ വേണ്ട എന്ന് നമ്മോട് പറയുകയും അസാധ്യമായതിനെ സാധ്യമാക്കുകയും ചെയ്യും. ഞാനിവിടെ ഒന്ന് സൂചിപ്പിക്കട്ടെ. നിങ്ങൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണുന്നു അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. എന്നാൽ പ്രവൃത്തി 4-ലും 5-ലും പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എഴുന്നേറ്റ് സംസാരിച്ചു. പരിശുദ്ധാത്മാവ് നിറയപ്പെടുക എന്നത് ഒരു പ്രാവശ്യം കൊണ്ട് നടക്കുന്നതല്ല. അതാണ് ദൈവം ചിലത് പറയുന്നത്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വിശ്വാസികൾ എന്ന നിലയിൽ ഇത് നമ്മളിൽ ചോർച്ച പോലെയല്ല. ഇത് നാം ഇടവിടാതെ നിറയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ വിവാഹത്തിന്റെ ചില സമയങ്ങൾ നാം പരസ്പരം സ്നേഹപരിപൂർണമായ സാഹചര്യങ്ങൾ ഉണ്ട്. ചില സമയങ്ങൾ നാം പരസ്പരം അകലുകയും പരിപൂർണതയിലേക്ക് നാം വീണ്ടും വരേണ്ടതായിട്ടുണ്ട്. ഇതിലൂടെ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? തീർച്ചയായും. ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മനഃപൂർവ്വമായുള്ളതാണ്. ആയതിനാൽ നിറയപ്പെടുക, പരിശുദ്ധാത്മാൽ ഇടവിടാതെ നിറയപ്പെടേണ്ടതാകുന്നു. വചനം പറയുന്നു, നിങ്ങൾ ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങളിൽ പ്രകടമാകും. നിങ്ങൾ പാടുന്നതായി നിങ്ങൾക്ക് കാണപ്പെടും. നിങ്ങളെ ഇല്ലാതാക്കുന്ന TV ഓഫ് ചെയ്യും. മറ്റു പല കാര്യങ്ങൾ മിതത്വം പാലിക്കുക. ചോദ്യം: ആത്മീയ വരങ്ങൾ ഉപയോഗിക്കുവാൻ എല്ലാ വിശ്വാസികളും സാധ്യമാണോ? ഇതൊരു നല്ല ചോദ്യമാണ്. ആത്മാവിന്റെ ഏത് വരങ്ങൾ ഉപയോഗിക്കുവാനും ഏത് വിശ്വാസിക്കും സാധിക്കുമെന്നും അതിന് സാമർത്ഥ്യമുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഒരു വലിയ അത്ഭുതത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ ആ അത്ഭുതം സാധിപ്പിക്കാനുള്ള ശക്തി ആരിലും വരുവാൻ കഴിയും. ചില വ്യക്തികളുണ്ട്, ദൈവം അവരുടെ ജീവിതത്തിൽ പ്രത്യേക വരം നൽകുകയും അവർ എവിടെയെല്ലാം ശുശ്രൂഷിക്കുന്നുവോ അവിടെയെല്ലാം അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഞാനൊരു വ്യക്തിയെ കണ്ടിട്ടുണ്ട്. നാം എല്ലാം നല്ലതുപോലെ അറിയുന്ന ഒരു പുരുഷനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഹൃദയപരമായ സൗമ്യത്തിന്റെ വരദാനം പ്രാപിച്ച വ്യക്തിയാണ് അദ്ദേഹം. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഹൃദയസ്തംഭന പ്രശ്നമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ യോഗങ്ങളിൽ വരികയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും രോഗസൗഖ്യവരം ഉണ്ടായിരുന്നു. വിളിക്കപ്പെട്ട ശുശ്രൂഷ പൂർത്തീകരിക്കുവാൻ അത് സഹായിച്ചു. എന്റെ മറ്റൊരു സ്നേഹിതനെ ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, തന്റെ മകൻ സ്നാനത്തൊട്ടിയിൽ മുങ്ങിപ്പോയി. അവൻ വൈദ്യുതാഘാതം ഏൽക്കുകയും 45 മിനിറ്റോളം മരിച്ചതുപോലെയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോൺ, ഞാൻ 35 മിനിറ്റുകൾ ഞാൻ പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല. മെഡിക്കൽ പരിശീലനമുള്ള വ്യക്തി അവിടെ വെറുപ്പോടെ ഇരിക്കുകയായിരുന്നു. കാരണം ഇത് നേരിട്ടുള്ള വൈദ്യുതി പ്രവാഹം ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്തോ എന്റെ തലയുടെ മുകളിൽ തലോടുകയും അത് പതിയെ താഴേക്ക് വരികയും ചെയ്തു. എന്റെ കണ്ണിലൂടെ മറ്റാരോ നോക്കി. ഞാൻ പറഞ്ഞു, നീ ജീവിക്കും, മരിക്കയില്ല. അദ്ദേഹത്തിന്റെ മകൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അദ്ദേഹം LAയിൽ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു യോഗ സ്ഥലത്തുമല്ലായിരുന്നു. പക്ഷെ എന്തിലാണ് എനിക്ക് യഥാർത്ഥത്തിൽ വ്യക്തത കിട്ടേണ്ടത്? വിശ്വാസികളാണ്. ഏത് വ്യക്തിയെയും അവരുടെ ജീവിതത്തിലെ ഏത് സന്ദർഭത്തിലും നേടുക. വാൾമാർട്ട് ആണെങ്കിൽ പോലും ശുശ്രൂഷിക്കുവാൻ സാധിക്കും. എനിക്കറിയില്ല, വാൾമാർട്ട് ചെറിയ ബുദ്ധിമുട്ടായി എനിക്ക് തോന്നുന്നു. നേടുക എന്നതാണ് ലക്ഷ്യം. ഞാനൊന്ന് പറയട്ടെ, രോഗശാന്തി വരത്തിനായി നിങ്ങൾ കാത്തിരിക്കരുത്. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവെക്കും. നിങ്ങൾ വിശ്വാസത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തികൾ സൗഖ്യമാകും. ദൈവം അതിനെ മാനിക്കും. കാരണം ദൈവം തന്റെ വാക്കിനെ മാനിക്കുന്നു. നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളെ സ്റ്റേജിലേക്ക് വിളിക്കുന്നതിനായി കാത്തിരിക്കേണ്ട. നിങ്ങൾ മറ്റൊരാളെ ചർച്ചിന്റെ ഇടനാഴിയിലേക്ക് പിടിച്ചു നിർത്തി സംസാരിക്കുന്നത് വരെയും കാത്തിരിക്കേണ്ട. ദൈവിക ശക്തിയാൽ, ദൈവിക വാഗ്ദത്തത്താൽ യഥാർത്ഥമായി നിങ്ങളുടെ എല്ലാ ദിവസത്തെയും സാധാരണ ലോകത്തെയും മാറ്റുവാൻ സാധിക്കും. ആരോടെങ്കിലും സംസാരിക്കുവാനോ തൊടുവാനോ പ്രാർത്ഥിക്കുവാനോ ഉദാരത കാണിക്കുവാനോ പരിശുദ്ധാത്മാവ് നയിക്കുന്നുവെങ്കിൽ നാം ഉദാഹരണ കാണിക്കുന്നതിലൂടെ ആരംഭിക്കേണ്ടതാണ്. അത് വളരെ അത്ഭുതമായിരിക്കും. നമുക്ക് ചെയ്യുവാൻ സാധിക്കും. മറ്റൊരു ചോദ്യം നമ്മൾ മുമ്പ് ചോദിച്ച ഒരു ചോദ്യമാണ്. യേശുവിനെ പ്രകടീകരിക്കാനാണ് പരിശുദ്ധാത്മാവ് വന്നത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 2 ദശകങ്ങളായി തുള്ളലും ചിരിയും തറയിൽ ഉരുളുന്നതും വീഴുന്നതുമായ പ്രകടനങ്ങളാണ് നാം കാണുന്നത്. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് യേശുവിനെ പ്രകടമാക്കുന്നത്? കൊള്ളാം, ഞാൻ പറയട്ടെ. അപൂർവമായ അടയാളങ്ങളെ കുറിച്ച് വചനം പറയുന്നു. എന്നാൽ സാധാരണയായി ഇത് ചുരുങ്ങിയ കാലത്തേക്ക് വേണ്ടിയാണ്. അപൂർവമായ അടയാളങ്ങൾ നടക്കുമ്പോൾ അതിന് സമയക്കുറവും കാലങ്ങളും ഉണ്ട്. അത് ജനങ്ങളുടെ ശ്രദ്ധ നേടുകയും അവ യേശുവിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതിൽ വളരെ അനിഷ്ടമായത് ഞാൻ കണ്ടെത്തിയതെന്തെന്നാൽ പ്രകടനങ്ങളെക്കാളും പ്രകടനം നടത്തുന്ന വ്യക്തിയിൽ ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നു. ഞാൻ സിംഗപ്പൂരിലായിരുന്ന സമയം ഒരിക്കലും മറക്കില്ല. ഒരു രോഗശാന്തി സുവിശേഷകൻ വരികയുണ്ടായി. ജനങ്ങളെ തീവ്രമായി ചിരിപ്പിക്കുന്നതായ ഒരു വരം അദ്ദേഹത്തിനുണ്ട്. ദൈവിക സാന്നിധ്യം സഭയിലേക്ക് വരുവാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ജനങ്ങൾ ചിരിക്കുവാൻ ആരംഭിച്ചു. ഒരു ചുണ്ണാമ്പ് ബോർഡിൽ
ആണിയടിക്കുന്നത് പോലെയായിരുന്നു. അതുപോലെ എന്റെ അന്തരംഗത്തിലേക്ക് പോയി. അതൊരു പക്ഷേ ശരിയായ കാര്യമാണ്, പക്ഷെ തെറ്റായ സമയത്തായിരുന്നു. ഞാൻ പറഞ്ഞു നിർത്തൂ. അവർ നിർത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കൂ, നിങ്ങൾ പ്രകടനത്തിലേക്ക് തിരിഞ്ഞു, ദൈവാത്മാവിനെ ശ്രദ്ധിച്ചില്ല. അവൻ ഇവിടെ ചെയ്യാൻ ആഗ്രഹിച്ചത് അതല്ലായിരുന്നു. ജനത്തിലേക്ക് ദൈവഭയം അയക്കുന്ന ഒരു സ്പർശനമായിരുന്നു അവന്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞു, ദൈവാത്മാവ് തിരികെ വന്ന് നമ്മളിൽ ശുശ്രൂഷിക്കുവാൻ പ്രതീക്ഷയോടെയിരിക്കും. വീണ്ടും പ്രാർത്ഥിക്കാനായി അവരെ പ്രേരിപ്പിച്ചു. പരിശുദ്ധാത്മാവ് വന്ന് ആ കെട്ടിടത്തിനുള്ള എല്ലാവരും കരയുവാൻ തുടങ്ങി. അപ്രിയമാകുവാൻ ആ സമയങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്നും അവർ അത് വെറുമൊരു പ്രദർശനം പോലെ കാണിച്ചു. ദമ്പതികൾ എല്ലാവരുടെയും മുമ്പിൽ സ്നേഹപ്രകടനത്തിന് പോകാറില്ല. ഇവിടെ സംഭവിച്ചത് അതുപോലെയാണ്. ദൈവം അവരവർക്ക് നൽകിയിട്ടുള്ള ബന്ധം കാണിച്ചിട്ട് പറയുന്നു, ഇത് നോക്കൂ, ഞങ്ങൾ ആത്മീയരാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു. പരിശുദ്ധാത്മാവിനെ അറിയുന്നതിനുപരിയായി ഞാൻ അവനെ കണ്ടെത്തി വളരെ ആദരവോടും ബഹുമാനത്തോടും അവനെയും അവന്റെ വാക്കുകളെയും അവന്റെ കഴിവിനെയും അവന്റെ ശക്തിയെയും സംരക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും. അവനെ കെടുത്തുന്ന മാർഗത്തിലൂടെ അല്ല. കെടുത്തുന്നതിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, അവനെയും വരത്തെയും ശക്തിയെയും കെടുത്തുക ഒരിക്കലും അരുത്. ഓക്കെ, ഇതിനെ കുറിച്ചാണ് അത് സംസാരിക്കുന്നത്. അവനെ ബഹുമാനിക്കാം. നിസ്സാരമായ സ്വാധീനതയായോ അല്ലെങ്കിൽ ശക്തിയായോ അവനെ പ്രദർശിപ്പിക്കരുത്. വീണ്ടും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കുന്നു. അവൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യാൻ നാം അവനെ ക്ഷണിക്കുന്നു. നാം പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മയിലാകുമ്പോൾ അനുയോജ്യമല്ല എന്ന് തോന്നുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവൻ തന്റെ പ്രവൃത്തി ചില സമയങ്ങളിൽ ചെയ്യും. എന്നാൽ ഇത് ഒരിക്കലും നിർബന്ധിതമല്ല, ഒരിക്കലും സാങ്കല്പികമല്ല, ഒരിക്കലും അസഹ്യമല്ല. ഇത് ഒരിക്കലും ജനങ്ങളിലേക്കുള്ള ആകർഷണമല്ല, ഇത് ദൈവത്തിലേക്കുള്ള ആകർഷണമാണ്. അതിനുവേണ്ടി സാധാരണയായി ഒരു അന്തരീക്ഷവും ഒരു സാന്നിധ്യവും ഉണ്ട്. വ്യത്യസ്തമായ കൂട്ടായ്മയിൽ നിന്ന് ജനങ്ങൾ വന്ന് ഈയിടെ നടന്ന ഒരു യോഗത്തിലായിരുന്നു ഞാൻ. മുമ്പൊരിക്കൽ ഉണ്ടായിരുന്നതായി ഞാൻ വിശ്വസിച്ചിരുന്നതിനെ അവർ പരിഹസിക്കുന്നതായി ഞാൻ കേട്ടു. ദൈവം എങ്ങനെ അനുഗ്രഹിച്ചോ അത് ദൈവം തുടരും എന്ന പ്രത്യാശയിൽ നടത്തിയതായിരിക്കാം. നാം രീതി മാത്രം ചെയ്തു വരുന്നു, പ്രവൃത്തി നഷ്ടമായി പോയി. രീതി നിലനിൽക്കുന്നു, അവർ അതിനെ പരിഹസിക്കുന്നു. എന്റെ ആശയം ആ സമയത്ത് നാം സംസാരിക്കുന്നു, അതിനെ നാം പരിഹസിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റേതെല്ലാം നാം ആഗ്രഹിക്കണം, എന്നാൽ അത് വിശ്വാസത്തിലായിരിക്കണം. നാം ഇത് ദൈവസാന്നിധ്യത്തോടൊപ്പം ഉചിതമായും ക്രമമായും ചെയ്യേണ്ടതാണ്. ഓക്കെ, മറ്റൊരു ചോദ്യം, ദൈവത്തിൽ നിന്നല്ലാതെ മറ്റുള്ളവർക്ക് സമാധാനം അനുഭവിക്കാൻ സാധ്യതയുണ്ടോ? അതെ, തീർച്ചയായും. നിങ്ങൾ യെഹെസ്കേൽ 14 നോക്കിയാണെങ്കിൽ ഹൃദയത്തിൽ വിഗ്രഹങ്ങളെ വെച്ച് തന്റെ അടുക്കൽ വന്നതിനെ കുറിച്ച് ദൈവം പറയുന്നു. എന്താണ് വിഗ്രഹം? പുതിയ നിയമത്തിൽ വിഗ്രഹം എന്നത് അത്യാഗ്രഹമാകുന്നു. ഇത് മോഹിക്കുമ്പോൾ നിങ്ങൾ ചിലത് ആഗ്രഹിക്കുന്നു. യെഹെസ്കേലിലെ ജനങ്ങൾ എന്നിട്ടും പ്രവാചകന്റെ അടുക്കൽ പോയി പറയുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്കുള്ള ദൈവിക വചനം സംസാരിക്കുമോ? ദൈവം പറയുന്നു, ഞാൻ അവരുടെ ഹൃദയത്തിൽ നിന്ന് വിഗ്രഹങ്ങളുടെ ബഹുത്വത്തിന് തക്കവണ്ണം ഉത്തരമരുളും. ഞാൻ ദൈവസന്നിധിയിൽ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും അപേക്ഷിക്കുന്നു, പക്ഷേ എന്റെ ഹൃദയം നിഷ്പക്ഷമാണെന്ന് ഞാൻ ഉറപ്പുവരുത്തണം. ഞാൻ നിഷ്പക്ഷമല്ലാതിരുന്ന സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സമാധാനം തോന്നി, ദൈവികമല്ലായിരുന്നു. മാത്രമല്ല എനിക്ക് വളരെ വ്യസനത്തിന് കാരണമായി. മറ്റൊരർത്ഥത്തിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ സങ്കല്പിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടെന്നാൽ ലിസയും ഞാനും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 30 ദിവസത്തോളം ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ വ്യത്യസ്ത പട്ടണങ്ങളിലായിരുന്നു. എന്നിട്ടും ഞാൻ വളരെ സന്തോഷവാനായിരുന്നു, കാരണം ഞാൻ അവളിൽ വളരെ ആകർഷിതനായിരുന്നു. ആ ആകർഷത്തെ കീഴടക്കാൻ അനുവദിക്കാതിരിക്കാൻ ഏകദേശം 25 ദിവസം എടുത്തു. ഞാൻ ഓർക്കുന്നു, ദൈവം വേണ്ട എന്ന് പറഞ്ഞാലും എനിക്കതിന് കഴിയുമെന്ന് 30-ാം ദിവസത്തിൽ എനിക്ക് മനസ്സിലായി. കാരണം എനിക്കറിയാം, ദൈവം വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് വേണ്ടി വേറൊരാളെയും അവൾക്ക് വേണ്ടി വേറൊരാളെയും കരുതിയിട്ടുണ്ടെന്ന്. നിഷ്പക്ഷമായ നിലയിൽ ഞാൻ ആയിരുന്നപ്പോൾ ഞാൻ യാഥാർത്ഥ്യമായി ശ്രവിക്കുന്നു. സ്വകാര്യ പ്രാർത്ഥനയ്ക്ക് പോവുകയും നിഷ്പക്ഷമല്ലാതിരിക്കുകയും എന്നതുപോലെ ആകുന്നുവെങ്കിൽ ദൈവവചനത്താലും പ്രാർത്ഥനയാലും ആ വിഷയത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്. ഞാൻ നിഷ്പക്ഷമാകുന്നവരെയും അതിൽ പ്രവർത്തിക്കണം. ഇതെങ്ങനെയാകും, ഇതെപ്രകാരമാകും എന്ന് നമുക്ക് തോന്നിയ പല സന്ദർഭങ്ങളും പലവട്ടം നമുക്കുണ്ടായിട്ടുണ്ട്. ഇതവിടെയാകുന്നു, എന്നിട്ട് അതൊന്നും അല്ലാതായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. നാം നമ്മുടെ ബോർഡിൽ നിന്ന് എല്ലാം അയക്കണം, എന്നിട്ട് പറയണം, ദൈവമേ നീ എന്താ ആഗ്രഹിക്കുന്നുവോ? ഈ സമയം അനേകർ ലക്ഷ്യത്തിനു വേണ്ടി യഥാർത്ഥമായി കാത്തിരിക്കുന്നു. അവർ അറിയുവാൻ ആഗ്രഹിക്കുന്നു. ചോദ്യത്തിന്റെ 2ാം ഭാഗമായ ഇത് എങ്ങനെ ശരിയാകും എന്നതിന് താങ്കൾ ഉത്തരം നൽകി കഴിഞ്ഞു. വളരെ നന്ദി. ഞാൻ നിങ്ങളുടെ ഉത്തരങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്നു. താങ്കൾ സംസാരിച്ച അന്തർജ്ഞാനത്തെ കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നേച്ചർ എന്ന പുസ്തകം ഞാൻ പഠിക്കുകയായിരുന്നപ്പോൾ അന്തർജ്ഞാനം എന്ന വാക്ക് ശ്രദ്ധിക്കുകയുണ്ടായി. അന്തർജ്ഞാനത്തിന്റെ ലത്തീൻ അർത്ഥമായ
ഇൻഡ്യൂർ എന്ന പദം ഞാൻ കണ്ടെത്തി. ഇതിനർത്ഥം ആന്തരികാധ്യാപകൻ, അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ആന്തരികാധ്യാപകൻ ആകുന്നു. നാം ഒരു പുതിയ ഹൃദയത്തിന് ഉടമയാകുമ്പോൾ അവൻ നമ്മെ പഠിപ്പിക്കുന്നു. എവിടെ എല്ലാം ശരിയായി കാണുകയും ഒരു വ്യക്തിയെയോ സന്ദർഭത്തെയോ തെറ്റായി തോന്നുക, അതൊരു പ്രേരണയാണ്. അതെ, എല്ലായ്പ്പോഴും മറ്റു രീതിയിൽ, എല്ലായ്പ്പോഴും പ്രഥമ പ്രതികരണം പരിശുദ്ധാത്മാവാകുന്നു. മാത്രമല്ല, ഇത് ഞാൻ നിങ്ങളുടെ ഉപദേശം അവഗണിക്കുമ്പോൾ ആണ്. ഭർത്താക്കന്മാരോടും ഭാര്യമാരോടും ഞാൻ പറയട്ടെ, ഞാൻ ഈ പറയുന്നത് കേട്ട് നിങ്ങൾ ഞെട്ടാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ ആദ്യ സമയങ്ങളിൽ ഞാൻ ഒരു ദിവസം 1.5 മണിക്കൂർ പ്രാർത്ഥിക്കുകയും എന്റെ നിരീക്ഷണം ലിസയിലും ആയിരുന്നു. നിങ്ങൾക്ക് ജോൺ ബെവറുടെ ശക്തിയുള്ള പഠിപ്പിക്കലുകൾ കൂടുതലായി ആവശ്യമുണ്ടോ? നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റാരെങ്കിലും ഇംഗ്ലീഷ് കൂടാതെ മറ്റെന്തെങ്കിലും ഒരു ഭാഷ സംസാരിക്കുവാൻ അറിയാമെങ്കിൽ cloudlibrary.org പോവുക. നിങ്ങളുടെ ഭാഷ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വിഭവങ്ങൾ വിശാലമായ ലൈബ്രറിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. ഇ ബുക്സ്, പഠിപ്പിക്കുന്നതിനുള്ള മുഴുവൻ പാഠ്യപദ്ധതികൾ, വീഡിയോ, ഓഡിയോ സന്ദേശങ്ങൾ, പരിഷ്കരിച്ച പുതിയ തരം വിഭവങ്ങൾ സ്വീകരിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്യുക. cloudlibrary.org നിന്നും കൂടുതൽ പഠിക്കുക. കുളിക്കുമ്പോൾ 10 മിനിറ്റ് പ്രാർത്ഥിക്കും. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ആയിരുന്നു, ഇത് ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു, നമ്മളത് ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. എന്നാൽ അവൾ പറയും, എനിക്ക് തോന്നുന്നില്ല, അതിൽ പകുതിയും ശരിയായിരിക്കും. ഞാൻ വളരെ നിരാശയിലായിരിക്കും. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ദൈവമേ, എല്ലാ പ്രഭാതത്തിലും 1.5 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൾ കുളിക്കുമ്പോൾ 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നു. പകുതിയിലേറെ അവൾ ഈ കാര്യങ്ങളിൽ ശരിയായിരുന്നു. ദൈവനോട് സംസാരിച്ചു, എന്നിട്ട് പറഞ്ഞു, 2 വൃത്തം വരയ്ക്കുക. അന്ന് ഐപാഡുകളുടെ അല്ല, പേപ്പറും പെൻസിലിന്റെയും സമയമായിരുന്നു. ഒരു ചെറിയ പേപ്പറിൽ ഒരു വൃത്തം വരച്ചു. ആ വൃത്തത്തിൽ മൊത്തം ക്രോസ് ഇടുവാൻ കർത്താവ് പറഞ്ഞു. ഞാൻ വൃത്തത്തിൽ എല്ലായിടവും ക്രോസ് ഇടുവാൻ തുടങ്ങി. വൃത്തത്തിന്റെ മധ്യത്തിൽ ഒരു വര താഴോട്ട് വരയ്ക്കുവാൻ അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ. എന്നിട്ടൊരു വരയിട്ടു. അവൻ പറഞ്ഞു, പകുതി ക്രോസ് ഒരു വശത്തും പകുതി മറുവശത്തും എന്ന് നീ ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞു, അതെ. അവൻ പറഞ്ഞു, നീ ഏകനായിരുന്നപ്പോൾ നീ എന്നിലും നിന്നിൽ തന്നെയും പൂർണ്ണനായിരുന്നു. എന്നാൽ നീ ഇപ്പോൾ ലിസയുമായി ഏക ശരീരമാകുന്നു. ആയതിനാൽ ആ വൃത്തം നിന്നെയും ലിസയും പ്രതിനിധീകരിക്കുന്നു. നീ ഇടത്തെ പകുതിയും അവൾ വലത്തെ പകുതിയുമാകുന്നു. ആ ക്രോസുകൾ എന്തെന്ന് നിനക്കറിയാമോ? ഞാൻ ചോദിച്ചു, എന്താണ്? അവൻ പറഞ്ഞു, നിനക്ക് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ആവശ്യമായ എന്നിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ആണ്. പ്രശ്നം എന്തെന്നാൽ പാതി അറിവിൽ നിന്നും മാത്രമാണ് നീ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒരു ഭവനത്തിന്റെ നാഥൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശത്തിൽ നിന്ന് ഒരു നല്ല തീരുമാനം എടുക്കുവാൻ ഞാൻ നിന്റെ ഭാര്യയ്ക്ക് നൽകിയത് ശേഖരിക്കുവാൻ എങ്ങനെയാണ് നീ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ അന്തർജ്ഞാനത്തോടെ ഞാൻ പറയും, അതെ, എന്നെ മുറിപ്പെടുത്താൻ അത് തിരികെ വരുന്നുണ്ട്. ഒരു പ്രഥമ തടസ്സം ഞാൻ അനുഭവിച്ചു. ഞാൻ അതിനെ അവഗണിച്ചു. നീ എന്നോട് പറഞ്ഞതായി ഞാൻ ആഴത്തിൽ അറിഞ്ഞ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ സാക്ഷ്യം വഹിക്കുന്നു. നിങ്ങൾ മുൻപേ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, 2 വർഷത്തിൽ ഒരിക്കൽ ഇത് നടക്കുമായിരിക്കും. 5 വർഷങ്ങൾ കൂടി പിന്നെ ഞാൻ പോകും. അത് നിങ്ങൾ സംസാരിക്കുന്നതല്ല, അത് ഭയമാണ് സംസാരിക്കുന്നത്. ഞാനത് ചെയ്യുന്നില്ല എന്നും ഞാൻ പറയേണ്ടതുണ്ട്. എന്നാൽ കൂടുതൽ നേരവും അവൾ സംസാരിക്കുമ്പോൾ ആഴമായി എനിക്കറിയാം അവൾ ശരിയാണെന്ന്. ഞാനത് അവഗണിക്കുകയാണെങ്കിൽ ഞാൻ വില കൊടുക്കണം. അവളല്ല, ഞാനാണത് അനുഭവിക്കുന്നത്. ജോൺ വളരെ ഉദാരമനസ്കനാണ്. എന്നാൽ ദൈവം മറ്റെന്തെങ്കിലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വിശ്വസിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നാം മനസ്സിലാക്കുന്നതിനേക്കാളും വരുവാനുള്ളതിനെ കുറിച്ചുള്ള അറിവ് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുമ്പോൾ മനസ്സിലാക്കും. നമ്മുടെ യുക്തിയിൽ എടുത്തു ചാടുകയും മറ്റു തോന്നലുകൾ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുമ്പോൾ നാം നമ്മളെയല്ല സംശയിക്കുന്നത്, നാം ദൈവത്തെയാണ് സംശയിക്കുന്നത്. ദൈവം ചിലത് നമ്മോട് പറയാൻ ആരംഭിക്കുമ്പോൾ നാം അത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അടുത്തയിടെ ഞങ്ങൾ ബസ്സിലായിരിക്കുമ്പോൾ എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഞാനത് പറയേണ്ടതുണ്ട്. ഞാൻ ബസ്സുകൾ ഇഷ്ടപ്പെടുന്നില്ല. മറ്റെല്ലാ നൂതനമായ കാര്യങ്ങളും ഉണ്ടായിട്ടും ബസ്സുകൾ ഇപ്പോഴും എന്തിനാണ് എനിക്കറിയുന്നില്ല. എന്തായാലും ബസ്സുകൾ എനിക്ക് വെറുപ്പാണ്. വളരെ നേരമായി ഞങ്ങൾ എയർപോർട്ടിലേക്കുള്ള ബസ്സിലായിരുന്നു. അവിടെ ഒരു വ്യക്തി വഴി മനസ്സിലാകാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കയറേണ്ട സ്ഥലം മനസ്സിലാക്കി നിൽക്കുന്നിടത്താണത്. പെട്ടെന്ന് അവളെ കാണാനില്ല. ഞങ്ങൾ അവളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അവസാനം കുറച്ചകലെയായി ചാടിക്കൊണ്ട് ഒരു ടാക്സിക്ക് കൈകൾ വീശുന്ന അവരെ ഞാൻ കണ്ടു. എനിക്ക് അവളോട് ദേഷ്യം തോന്നി. നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? 45 മിനിറ്റുകളോളം ഞാൻ ഈ ബസ്സിലായിരുന്നു. പെട്ടെന്ന് ഞാൻ അവളെ നോക്കിയപ്പോൾ അവളോട് ഒരു പ്രത്യേക സ്നേഹം എനിക്ക് തോന്നി. ഇതൊരു ഹൃദയബന്ധം പോലെ ആയിരുന്നു. അവളോട് ഒരു പ്രത്യേക സ്നേഹം കണ്ട മാത്രയിൽ എനിക്ക് തോന്നി. അവിടെ ഒരു ദൃഢമായ ബന്ധമുണ്ടായി. സാധാരണ പോലെ ഞാൻ എന്തിനവളെ സ്നേഹിക്കണം? എന്നാൽ ദൈവം ഇപ്രകാരമുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് തരും. ഇത് ദൈവിക കാര്യമാണ്. ഇതിന്
കാരണം ഒരു ബസ്സാണ്. ഞാൻ ആത്മാർത്ഥമായി അവളെ സ്നേഹിച്ചു. ഇന്ന് എനിക്ക് അവളിൽ നിന്ന് വലിയൊരു ഇമെയിൽ കിട്ടി. അവൾ പറയുന്നു, എന്നെ പെട്ടെന്ന് സ്നേഹിക്കാനുള്ള ഉദ്ദേശം നിങ്ങൾക്ക് ഇല്ലായിരുന്നു, എന്നാൽ നിങ്ങൾ പെട്ടെന്ന് എന്നോട് കാണിച്ച സ്നേഹം എന്റെ ജീവിതത്തിലെ ഏകാന്തമായ സമയത്ത് വന്ന ദൈവിക സ്നേഹം മൂലം ഞാൻ അനുഭവിച്ചു. സാഹചര്യങ്ങളിലൂടെ നമ്മൾ ബന്ധങ്ങൾ നേടുന്നതിന് പകരം ഇപ്രകാരമുള്ള ബന്ധത്തിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങുക. ലിസ, ഈ വ്യക്തിയെ കുറിച്ച് നല്ലത് എനിക്ക് തോന്നുന്നില്ല എന്ന് താങ്കൾ എന്നോട് പറഞ്ഞ നേരത്ത് ഞാൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളൊരു സ്ത്രീയല്ല, ഈ വക കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല, എനിക്കതറിയാം. അദ്ദേഹം എന്നെ 3-4 പ്രാവശ്യം താക്കീത് ചെയ്തു. ഞാനത് കേൾക്കാഞ്ഞത് കാരണം അത് എനിക്ക് വേദനയായി തീർന്നു. ആയതിനാൽ പരിശുദ്ധാത്മാവ്, അന്തർജ്ഞാനം. ഞാൻ പറയട്ടെ, കാരണം എന്റെ ഉള്ളിലേക്ക് ഇത് വന്നു. എന്തുകൊണ്ട് ബർന്നബാസും പൗലോസും തീരുമാനമെടുത്തില്ല? എന്തുകൊണ്ട് അവർ യെരുശലേമിൽ പോയി എല്ലാവരെയും കാണേണ്ടതുണ്ടായി? കാരണം നാം ഒരുമിച്ചായിരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ദൈവം നമ്മെ ഒന്നാക്കുമ്പോൾ യഥാർത്ഥ ഉത്തരം ദൈവത്തിൽ നിന്നും കടന്നു വരുന്നത് നാം അപ്രകാരം അറിയിക്കുമ്പോഴാണ്. ഭർത്താവും ഭാര്യയും എന്ന നിലയിൽ നാം ഒന്നാണ്. നാം ഒന്നാകുമ്പോൾ നമുക്ക് യഥാർത്ഥ ഉത്തരം ലഭിക്കും. വിവാഹിതർ എന്ന നിലയിൽ നിങ്ങൾ ഉറപ്പായും മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ നല്ല ആശയമാണ്. ആത്മാവിന്റെ വരങ്ങളും ആത്മാവിന്റെ ഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അടുത്ത ചോദ്യത്തിലേക്ക് എന്നെ നയിക്കുന്ന ഒന്നാണിത്. വളരെ നല്ല ചോദ്യമാണ്. ആത്മാവിന്റെ വരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ഒന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പരിപോഷിപ്പിക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ മാത്രം പോഷിപ്പിച്ചാൽ മതി. എന്നാൽ അത് പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഫലം പരിപോഷിപ്പിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് വരങ്ങൾ നൽകപ്പെടുന്നു, അങ്ങനെ ഫലങ്ങളും പരിപോഷിപ്പിക്കപ്പെടുന്നു. ആയതിനാൽ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടുന്ന ഒരു ജീവിതത്തിന്റെ പരിണിത ഫലമാണ് ആത്മാവിന്റെ ഫലങ്ങൾ. നാം ആത്മാവിൽ ജീവിക്കുമ്പോൾ ആത്മാവിൽ നടക്കുന്നു. അതിന്റെ ഫലം, അതിന്റെ പരിപോഷണം എന്നത് വലിയ സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, സ്നേഹം എന്നിവയ്ക്ക് ഉടമയായ ഒരു വ്യക്തി നിങ്ങളാകുന്നു എന്നതാണ്. നിങ്ങളിൽ നിന്ന് ആ സ്നേഹം ഉത്ഭവിക്കുന്നു, കാരണം നിങ്ങൾ ആത്മാവിൽ നടക്കുന്നു. അത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതമാണ്. മനസ്സിലായോ? നിങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിന്റെ സുരക്ഷിതമാകുന്ന ഒരടിസ്ഥാനമാണ്. ആത്മാവിന്റെ വരങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, അനേകരത് ഫലത്തേക്കാൾ ഉപരിയായി ആഗ്രഹിക്കുന്നതാണ്. ദൈവമേ, നീ എന്നിൽ വളർത്തുന്ന ഫലത്തെ ദുർബലപ്പെടുത്തുന്ന വരങ്ങൾ എനിക്ക് ആഗ്രഹമില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നല്ലൊരു പരസമാപ്തി ലഭിക്കാനാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. എന്താണ് സംഭവിക്കുന്നതെന്നാൽ ജനങ്ങൾ വരങ്ങളുടെ പിന്നാലെ പോകുന്നു. വചനം പറയുന്നത് ശ്രദ്ധിക്കുക, സ്നേഹം പിന്തുടരുക, ആത്മീയ വരങ്ങളെ ആഗ്രഹിക്കുക. അവർ വരങ്ങളെ പിന്തുടരുന്നു, ശരിയല്ലേ? അവർ ഫലമാകുന്ന സ്നേഹത്തെ അവഗണിച്ച് വരങ്ങളെ പിന്തുടരുന്നു. വരങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? പലർക്കും ഇത് വഹിക്കാനുള്ള വ്യക്തിത്വം കാണില്ല. അത് അവർ നശിക്കുന്നതിൽ കലാശിക്കുന്നു. നിങ്ങൾക്കറിയാം, യൂദ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ അവൻ സൗഖ്യമാക്കി. അവന്റെ ജീവിതത്തിൽ വരങ്ങളുണ്ടായിരുന്നു, എന്നാൽ ഫലം പോഷിപ്പിക്കുന്നതിൽ അവൻ വ്യക്തമായി പരാജയപ്പെട്ടു. അത് കാരണത്താലാണ് ഇത് വലിയ ചോദ്യമായത്. എന്തുകൊണ്ടാണ് ചിലർക്ക് ഈ വക വരങ്ങൾ, പ്രസംഗിക്കാനുള്ള വരങ്ങൾ, അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ വരം, അല്ലെങ്കിൽ ശക്തമേറിയ ഉണർവ് യോഗങ്ങളുടെ വരം ഉപയോഗിക്കുന്നതും അവരുടെ ജീവിതത്തിന്റെ ഫലത്തിന് വിരുദ്ധമായി കാണുന്നതും? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കും കാരണം നിങ്ങൾ ബിലിയാമിനെ നോക്കൂ. ബിലിയാമിന്റെ പ്രവചനങ്ങൾ വചനത്തിലുണ്ട്, പ്രവചനവരം അവന്റെ ജീവിതത്തിലുണ്ട്. ബൈബിളിൽ അവന്റെ പ്രവചനങ്ങൾ കാണുന്നു, ദൈവദിനത്തിൽ നാം അത് വായിക്കുന്നു. എന്നാൽ ബിലിയാം ജനത്തിന്റെ വാൾത്തലയാൽ കൊല്ലപ്പെട്ടു, കാരണം അവൻ അധർമ്മിയും ദൈവത്തെ അനുസരിക്കാത്തവനുമായിരുന്നു. ശൗൽ ഭ്രാന്തചിത്തനായിരുന്നു. ശൗൽ രാജാവിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ശൗൽ ഒരു ഭ്രാന്തനായിരുന്നു. ദൈവത്തിന്റെ അഭിഷിക്തനായ ദാവീദിനെ വേട്ടയാടി കൊല്ലാൻ ശ്രമിച്ചു. എന്നിട്ടും അവൻ പ്രവാചകന്മാരോടൊപ്പം ദിവസം മുഴുവൻ പ്രവചിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ദൈവത്തിന്റെ അംഗീകാരം അനിവാര്യമല്ല. യേശു പറഞ്ഞു, അനേകർ എന്നോട് പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു, നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തു, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, പ്രസംഗിച്ചു. എന്നാൽ അവൻ പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫലത്തെ പോഷിപ്പിച്ചില്ല. ഒരു ദിവസം ദൈവനോട് സംസാരിച്ചു. അവർ ഇപ്രകാരം പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ? ഞങ്ങൾ നിന്റെ നാമത്തിൽ ദരിദ്രരെ സംരക്ഷിച്ചു, നിന്റെ നാമത്തിൽ ജയിലുകൾ സന്ദർശിച്ചു. അവൻ പറഞ്ഞു, അങ്ങനെയുള്ളവർ ഫലം പരിപോഷിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ഫലം പരിപോഷിപ്പിക്കുമ്പോൾ അന്ത്യത്തിൽ നല്ലൊരു പൂർത്തീകരണം പ്രാപിക്കുവാൻ അത് സഹായിക്കും. കാരണം ഇത് എല്ലാം എനിക്ക് വേണ്ടി പുറപ്പെട്ടതാണ്. ഇതൊരു വളരെ മികച്ച ചോദ്യമാണ്. ഒരു വലിയ സഭയിൽ ഞാൻ പ്രവർത്തിക്കുകയായിരുന്നു. ലോകത്തിലെ വളരെ പ്രസിദ്ധമായ സഭകളിൽ ഒന്നാണത്. ഈ സഭയിൽ ആയിരുന്നു എന്റെ ജോലി. പ്രസിദ്ധരായ പ്രഭാഷകരും അത്ര പ്രസിദ്ധമല്ലാത്ത പ്രഭാഷകരും അങ്ങനെ സകല ക്രിസ്തീയ ശുശ്രൂഷകരും സഭയിൽ വരാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചത് എന്തെന്നാൽ ചിലർ നമ്മളോട് ഇടപെടുമ്പോൾ യേശു നമ്മുടെ
അടുത്തു വരുന്നതായി അനുഭവിക്കുന്നു. അവർ പ്രസംഗിക്കുമ്പോൾ യേശു പ്രസംഗിക്കുന്നതായി അനുഭവിക്കുന്നു. അവർ സൗഖ്യമാക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നു. എന്നാൽ മറ്റൊരു ചില വരുമ്പോൾ എന്താണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത്, എന്തുകൊണ്ടാണ് വല്ലായ്മ തോന്നുന്നത്, എന്തുകൊണ്ട് അവരിൽ നിന്ന് നീച സംസാരങ്ങൾ വരുന്നു? എന്നാൽ അവർ പ്രസംഗിക്കുമ്പോൾ ജനങ്ങൾ സൗഖ്യവുമാകുന്നു. ഞാൻ ഇരുന്ന് ദൈവത്തോട് ചോദിക്കും, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്താണ് സംഭവിക്കുന്നത്? എന്റെ കൂടെ വാഹനത്തിൽ വരുമ്പോൾ ഇവർക്ക് എങ്ങനെ ഇപ്രകാരം പെരുമാറുവാൻ കഴിയുന്നു? എന്നാൽ അവർ പ്രസംഗിക്കുമ്പോൾ ജനങ്ങൾ സൗഖ്യവുമാകുന്നു, ജനങ്ങൾ വളരെ സൗഖ്യമാകുന്നു. ഇത് കപട സൗഖ്യം ആയിരുന്നില്ല, യഥാർത്ഥ സൗഖ്യമായിരുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരുന്നു. അപ്പോഴാണ് ദൈവം എന്നെ കാണിച്ചത്. യൂദാസ് ഭൂതങ്ങളെ പുറത്താക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, അത്ഭുതം ചെയ്യുന്നു. എന്നിട്ടും യൂദാസ് നരകയോഗ്യനായി. ബിലിയാം പ്രവചിച്ചു, എന്നാൽ നരകയോഗ്യനായി. ശൗൽ പ്രവചിച്ചു, പക്ഷേ നല്ലൊരു അന്ത്യം പ്രാപിച്ചില്ല. ശൗൽ എവിടെയെന്ന് എനിക്കറിയില്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ കർത്താവ് എന്നോട് സംസാരിച്ച് പറഞ്ഞത്, ഒരാളുടെ ജീവിതത്തിൽ ഒരു ദൈവിക അഭിഷേകത്തിന് ആത്മീയ വരങ്ങൾക്ക് ദൈവത്തിന്റെ അനുമോദനം ആവശ്യമില്ല. വരങ്ങൾ ഒരാളുടെ ജീവിതത്തിലേക്ക് വരുന്നതും ഫലം എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിനുള്ളിൽ വളർത്തേണ്ടതുമാണെന്നല്ലേ വ്യക്തമായി പറഞ്ഞു പൂർത്തീകരിച്ചത്. ഇത് ഒരു ആന്തരിക സ്വഭാവ ലക്ഷണം. അതെ, അതങ്ങനെ പറയാം. ഓക്കെ, മൃദുവായ ആർദ്രതയിൽ നയിക്കപ്പെടുന്നതും ചില കാര്യങ്ങൾ ശരിയല്ല എന്ന മനോഭാവത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു. സാക്ഷ്യം വഹിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു, അന്തർജ്ഞാനത്തെ കുറിച്ച് നാം സംസാരിച്ചു, നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു. എന്നാൽ ദൈവം ഒരാളോട് സംസാരിക്കാൻ തക്കതായ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന മറ്റു മാർഗങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ കഴിയുമോ? കാരണം നമുക്കറിയാം, എല്ലായ്പ്പോഴും കേൾക്കാത്ത ശബ്ദം ആയിരിക്കില്ല. എന്നാൽ വചനം വായിക്കുന്നതിലൂടെ ദൈവം ജനത്തോട് സംസാരിക്കുന്നതായി ഞാൻ ഈയിടെ കേട്ടു. ദൈവം സംസാരിക്കുന്നതായി താങ്കൾ വിശ്വസിക്കുന്നു, അതായത് അവൻ വചനത്തിലൂടെയും സംസാരിക്കുന്നുവെന്ന്? അതിനെക്കുറിച്ചൊരു രൂപരേഖ നൽകാൻ കഴിയുമെങ്കിൽ നല്ലതായിരുന്നു. കാരണം ദൈവം ഇന്ന് സംസാരിക്കുന്നല്ല എന്ന ഒരു തലമുറയാണ് നമുക്കുള്ളത്. കൊള്ളാം. ആദ്യമായി പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഊമ വിഗ്രഹങ്ങളെ സേവിക്കാറുണ്ടായിരുന്നു. ഇവിടെ ഊമ എന്നത് നിർവികാരമായ വിഗ്രഹങ്ങൾ. ഊമ എന്നതിനർത്ഥം മിണ്ടാത്തത്. മറ്റൊരർത്ഥത്തിൽ കൊരിന്ത്യർ സേവിച്ച ദേവന്മാർ മിണ്ടാൻ കഴിയാത്തവ ആയിരുന്നു. അവൻ പറഞ്ഞു, വ്യത്യാസം എന്നത് നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. അവൻ വ്യക്തമായി സംസാരിക്കുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് അവൻ സംസാരിക്കുന്നത്? പുതിയ നിയമത്തിൽ അവൻ നമ്മോട് സംസാരിക്കുന്നതായ വ്യത്യസ്ത മാർഗങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. ആദ്യത്തേതും സർവ പ്രധാനമായതും എല്ലാറ്റിനും ഉന്നതമായ ആന്തരിക സൗഖ്യം. അതാണ് നാം സംസാരിച്ച മൃദുവായ തോന്നൽ. അവൻ സംസാരിക്കുന്ന ഒന്നാമത്തെ മാർഗമാണിത്. വചനത്തിലൂടെ അല്ലാതെ അതിലുപരിയായി അല്ല. ഒരു മിനിറ്റ്. വചനം എപ്പോഴും കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് ഒരു മൃദുവായ അനുഭവം വന്നാൽ വചനം അതിനെ ഉറപ്പിക്കുന്നില്ലെങ്കിൽ അത് ശ്രദ്ധിക്കരുത്. നിങ്ങൾ തീർച്ചയായും പോയത് നിങ്ങളുടെ ഹൃദയത്തിലെ തെറ്റായ ലക്ഷ്യത്തിലാണ്. നിങ്ങളുടെ സമനില സീറോയിലേക്ക് വന്നു. വചനം എപ്പോഴും ഘടനയായിരിക്കട്ടെ, അതേ അടിസ്ഥാനവും ഘടനയും. അതുകൊണ്ട് ആന്തരിക സാക്ഷ്യം അത് ഒന്നാമത്. രണ്ടാമത് ബൈബിൾ പറയുന്നു, ശാന്തമായ ചെറിയ ശബ്ദം. യേശു പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം അറിയുന്നു. അവൻ എന്ത് സംസാരിക്കുന്നുവോ ദൈവാത്മാവ് സംസാരിക്കുന്നു. യേശു എന്തു പറയുന്നുവോ അവൻ അത് സംസാരിക്കുന്നു. ഇപ്പോൾ ഞാൻ പറയട്ടെ, അനേകർ യഥാർത്ഥത്തിൽ ബന്ധനത്തിലാകുന്നു. കാരണം അവർ ശബ്ദങ്ങളെ അനുഗമിക്കുവാൻ തുടങ്ങി. എന്നാൽ പ്രശ്നം എന്നത് ആന്തരിക സാക്ഷ്യം ഒരു തോന്നലായിരുന്നു, എന്നാൽ അവിടെ സാക്ഷ്യം ആയിരുന്നില്ല. ഏതു സമയത്തും ദൈവശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സാക്ഷ്യം നൽകുകയും ഇതിനെ വചനം ഉറപ്പിക്കുകയും ചെയ്യും. മറ്റൊരു വാക്കിൽ നാം ഇവിടെ അടിസ്ഥാനമിടുകയാണ്: വചനം, സാക്ഷ്യം, ശബ്ദം. ആയതിനാൽ ഒരു ശബ്ദം കേട്ടാൽ സാക്ഷ്യം ലഭിച്ചില്ലെങ്കിൽ ആ ശബ്ദം ശ്രദ്ധിക്കരുത്. ഞാൻ യോഗങ്ങളിൽ പോയിട്ടുണ്ട്. എന്നോട് അനേകർ പ്രവചിച്ചിട്ടുണ്ട്. സാന്നിധ്യമില്ല, ആന്തരിക സൗഖ്യമില്ല. പ്രവചനം ഞാൻ ഒരു തട്ടിൽ വെച്ചു. ഞാൻ ആ സമയത്തെല്ലാം മൗനം പാലിച്ചു. പുതിയ നിയമം പറയുന്ന മറ്റൊരു മാർഗം സ്വപ്നത്തിലൂടെയാണ്. നിങ്ങൾക്കറിയാം, പൗലോസ് സ്വപ്നം കണ്ടു. ഒരു മക്കദോന്യക്കാരൻ പറയുന്നു, ദയവായി വന്ന് ഞങ്ങളെ സഹായിക്കാം. മക്കദോന്യക്ക് പോകാൻ പരിശുദ്ധാത്മാവ് കാണിക്കുന്നതാണ്. ബഥാന്യക്ക് പോകാൻ ശ്രമിച്ചു, പരിശുദ്ധാത്മാവ് സമ്മതിച്ചില്ല. വേറെ സ്ഥലത്തേക്ക് പോകാൻ ശ്രമിച്ചത് അവൻ സമ്മതിച്ചില്ല. അങ്ങനെ മക്കദോന്യയെ കുറിച്ച് സ്വപ്നം നൽകി, വന്ന് ഞങ്ങളെ സഹായിക്കാം. അത് സ്വപ്നം ആകുന്നു. ചിലപ്പോൾ മറ്റുള്ളതിൽ നിന്നുപരിയായി ദൈവം ചില സമയത്തിൽ മറ്റു ചിലരോട് സ്വപ്നത്തിലൂടെ സംസാരിക്കും. എന്റെ ഭാര്യയോട് ദൈവം സംസാരിക്കുന്ന ഒരു ശാന്തമായ മാർഗം എനിക്കറിയാം. അത് സ്വപ്നമാണ്. എനിക്കിത് വളരെ വിരളമാണ്, പക്ഷെ ഒരിക്കൽ സംഭവിച്ചു. എനിക്കിത് ആന്തരിക ശബ്ദത്തിലുപരിയാണ്, ശാന്തമായ ചെറിയ ശബ്ദം. ബൈബിൾ പറയുന്ന മറ്റു മാർഗം ദർശനമാണ്. ദൈവം അക്ഷരാർത്ഥത്തിൽ കാണിക്കുന്നതാണ് ദർശനം. പൗലോസിന് ദർശനമുണ്ടായി. അവൻ പറഞ്ഞു, ഞാൻ ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾക്കറിയില്ല,
നിങ്ങൾ ശരീരത്തിലാണോ ശരീരമല്ലാതെയാണോ എന്ന്. പക്ഷേ നിങ്ങൾ ആത്മീക ലോകത്താണ്. അതാണ് ദർശനം. അത് മുഖാന്തരമാണ് എന്റെ പാസ്റ്റർ എന്നെയും ലിസയെയും 1989 മെസ്സഞ്ചർ ഇന്റർനാഷണലിലേക്ക് പ്രവേശിപ്പിച്ചത്. അദ്ദേഹം വന്ന് പറഞ്ഞു, ജെന്റിൽമാൻ, കഴിഞ്ഞ രാത്രി എനിക്കൊരു ദർശനം ഉണ്ടായി. ഒരു TV നോക്കുന്നത് പോലെയായിരുന്നു അത്. പാസ്റ്റർമാരിൽ ഒരാളായ തന്നെ ഞാൻ കണ്ടു. നിങ്ങൾ ഇവിടത്തെ പാസ്റ്റർമാരിൽ ഒരാൾ ആയിരിക്കയില്ല. അനേക ഇടങ്ങളിൽ യാത്ര ചെയ്യും. ക്രിസ്തുവിന്റെ ശരീരത്തിന് നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. ജോൺ ബെവർ ആ വ്യക്തി താങ്കളാണ്. 8 മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രാർത്ഥനയിൽ എന്നോട് പറഞ്ഞതാണ്. ഇപ്പോൾ അത് ഉറപ്പുവരുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ ദൈവം സംസാരിച്ചിട്ടുള്ള അവസാന മാർഗം വിവശതയാണ്. പത്രോസിന് സംഭവിച്ചത് ഓർക്കുന്നോ? അവൻ വിശക്കുകയായിരുന്നു. എനിക്കിപ്പോൾ വിശക്കുന്നത് പോലെ. നിങ്ങൾക്ക് വിശക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. നിങ്ങൾ വിവശതപ്പെടുന്നു. അവൻ വിവശതപ്പെടുന്നു. അവന് വിവശത വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തനരഹിതമാകുന്നതാണ് വിവശത എന്നത്. വിവശതയും ദർശനവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ, ദർശനത്തിൽ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു. ദർശനത്തിൽ നിങ്ങൾക്ക് ചലിക്കുവാൻ സാധിക്കും. പൗലോസ് സ്വർഗത്തിൽ എടുക്കപ്പെട്ടപ്പോൾ, യോഹന്നാൻ സ്വർഗത്തിൽ എടുക്കപ്പെട്ടപ്പോൾ അവർ അവിടെ ചലിക്കുന്നുണ്ടായിരുന്നു. വിവശതയിൽ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തനരഹിതമാകുന്നു. നിങ്ങൾ ചിലത് കാണുകയും ദൈവിക ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. പത്രോസെ, എഴുന്നേറ്റ് കൊന്ന് തിന്നുക. മുമ്പ് വിവശത ഉണ്ടായ ചിലരെ എനിക്കറിയാം. സമയം വളരെ വിലപ്പെട്ടതാണ്. സമയം കളയുന്നില്ല. നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ചിലർ പറയുന്നു, എന്താണ് ആവാഹിക്കൽ? പഴയ നിയമത്തിലാണ് ആവാഹിക്കൽ. ക്രൂശിലൂടെ പഴയ നിയമത്തെ നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. ക്രൂശ് ഒന്നുകിൽ അനുമതി നൽകും, തെറ്റിതിരുത്തും, അല്ലെങ്കിൽ ഒഴിവാക്കും. ഞാൻ ആവാഹിക്കലിനെ ക്രൂശിന്റെ അടിസ്ഥാനത്തിൽ നോക്കി, എന്നാൽ ക്രൂശ് അതിനെ ഒഴിവാക്കി. കാരണം ബൈബിൾ പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, അല്ലാതെ ആവഹിക്കലിൽ നയിക്കപ്പെടുന്നവർ എന്നല്ല. മനസ്സിലായോ? പഴയ നിയമത്തിൽ ദൈവാത്മാവ് അവരുടെ ഉള്ളിൽ വസിക്കുന്നില്ല. അവർ ഇപ്രകാരമാണ്, ദൈവമേ, നീ എന്നോട് അങ്ങനെ സംസാരിക്കണമേ. പുതിയ നിയമവിശ്വാസികളെ ഇപ്രകാരം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു, എന്നാലും ദൈവദിനത്തിലൂടെ ആന്തരിക സൗഖ്യം പ്രാപിക്കുന്നവർ എന്ന ബോധ്യം വരുത്തണം. കാരണം അവസാനം എന്നാൽ ജഡതലത്തിലാണ്. ആ തലത്തിൽ നിങ്ങളാകരുത്. നാം വിളിക്കപ്പെട്ടത് ആത്മാവിൽ ജീവിക്കുവാനും നടക്കുവാനുമാണ്. താങ്കൾ പറഞ്ഞ ആ ശാരീരിക തലത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നു, ആത്മീയ തലത്തിലൂടെ മാത്രം ഉത്തരം നൽകുന്നവർ, അതിനെക്കുറിച്ച് നമുക്ക് ഒരു അനുശാസനയുണ്ട്. നിങ്ങളുടെ സഹോദരന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായി കണ്ടാൽ നിങ്ങളുടെ ഹൃദയം അടയ്ക്കരുത്. ചില സമയങ്ങളിൽ സ്വർഗീയ ശബ്ദത്തിന്റെ ആവശ്യമില്ല. ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുകൾ കാണുകയാണ്. നിങ്ങൾക്ക് അവിടെ ആവശ്യം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ കേൾക്കുക. പുസ്തകങ്ങളോടൊപ്പം എന്താണ് സംഭവിക്കുന്നത് എന്ന് നാം കേട്ടപ്പോൾ പേജുകൾ കീറിക്കളയുകയായിരുന്നു. എന്നിട്ട് മനഃപ്പാഠമാക്കുകയും അവയെ മറികടക്കുകയും ചെയ്തു. നമ്മൾ പറയുന്നു, എങ്ങനെ നമുക്ക് നമ്മുടെ ഹൃദയം അടയ്ക്കാൻ കഴിയും? നമുക്ക് കഴിയില്ല. നാം കണ്ടിട്ടില്ല, എന്നാൽ നാം അത് കേട്ടിട്ടുണ്ട്. ഈ സന്ദേശങ്ങൾ പാസ്റ്റർമാരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ലിസ, നമുക്ക് സഹായിക്കണം. ഞാനൊരു മാസികയിൽ വായിച്ചു. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ അത് കണ്ടു. നിങ്ങളുടെ സഹോദരന് മുട്ടുള്ളതായി നിങ്ങൾ കാണുന്നെങ്കിൽ എന്ന ബൈബിൾ പറയുമ്പോൾ ചിലർ അടയാളമോ വിശ്വാസമോ ദർശനമോ അതോ സ്വപ്നമോ അന്വേഷിക്കുന്നു. മുട്ടുള്ള ക്രൈസ്തവരിൽ നാം ആരംഭിക്കണം. നമുക്ക് കാണാൻ സാധിക്കുന്ന, തൊടുവാൻ, അവരെ കേൾക്കുവാൻ സാധിക്കുന്ന ജനങ്ങളോടൊപ്പം ആരംഭിക്കുന്നുവെങ്കിൽ നമുക്ക് ഹൃദയം അടയ്ക്കുവാൻ കഴിയില്ല. പ്രകൃതി തലത്തിൽ നാം എന്തു കാണുന്നുവോ അതിലേക്കുള്ള നമ്മുടെ എപ്പോഴുമുള്ള പ്രതികരണത്തിൽ ഞാൻ കണ്ടത് ദൈവം ആത്മീയ തലത്തിൽ അധികാധികമായി നമുക്ക് ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു എന്നതാണ്. കാരണം അവൻ പറയുന്നു, നീ അതിൽ വിശ്വസ്തനായി ഞാൻ കാണുന്നു. ഒരു പക്ഷെ വിശ്വാസ തലത്തിൽ എനിക്ക് നിന്നെ വിശ്വസിക്കുവാൻ സാധിക്കും. കൊള്ളാം. നമുക്ക് കുറച്ച് മിനിറ്റുകൾ കൂടി അവശേഷിക്കുന്നു. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കും സഹകാരികൾക്കുമായി പ്രാർത്ഥിക്കാമോ? അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമോ? അതെ, ഞാൻ തുടങ്ങാം, നിങ്ങൾ അവസാനിപ്പിക്കും. സ്വർഗീയ പിതാവേ, നിങ്ങളുടെ പുത്രന്മാരിലും പുത്രിമാരിലും തന്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രവൃത്തി 2:17 പ്രകാരം ഒരു തലമുറ ദർശനത്തിലും അടയാളത്തിലും അത്ഭുതങ്ങളിലും സ്വപ്നങ്ങളിലും നടക്കുന്നു. പിതാവേ, അങ്ങയുടെ ഹിതം നടക്കണമേ. നിന്റെ ആത്മാവിൽ ഞങ്ങളെ നിറയ്ക്കാൻ അപേക്ഷിക്കുന്നു. പ്രേക്ഷകരായ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ സ്ക്രീനിലേക്ക് തുറക്കും. പിതാവേ, ഇത് വീക്ഷിക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാർക്കായി ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒന്നാമതായി, ബന്ധനത്തോടെ ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു. ദൈവികതയ്ക്കെതിരായി ഉയരുന്ന എല്ലാ ചിന്തകളും എല്ലാ പദ്ധതികളും തകരുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. ലിസയും ഞാനും ഐക്യമായി ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം പ്രകടമാകുവാൻ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ദാനങ്ങളിൽ വളരുവാൻ യേശുവിന്റെ അത്ഭുത നാമത്തിൽ നിറയട്ടെ. പിതാവേ, ഇവരെ ഞങ്ങൾ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവിന്റെ അത്ഭുത നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.